ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ കൂടുതൽ ഡോക്ടർമാരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുകയാണ്. സ്ഫോടനം നടത്തിയ ഭീകരൻ ഡോക്ടർ ഉമർ നബിയും സംഘത്തിലെ മറ്റുള്ളവരും ആശയവിനിമയത്തിന് കൂടുതൽ രഹസ്യ മാർഗങ്ങൾ ഉപയോഗിച്ചെന്നാണ് കണ്ടെത്തൽ. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയിട്ടുണ്ട്. അൽഫലക് മെഡിക്കൽ കോളേജിലെ കൂടുതൽ ഡോക്ടർമാർ നിരീക്ഷണത്തിലാണ്. ചാവേറായ ഭീകരൻ ഉമർ നബിയുമായി ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തിയ ചില ഡോക്ടർമാരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരുന്നു. ഇമെയിൽ ഡ്രാഫ്റ്റ് വഴിയും ഭീകര സംഘം ആശയവിനിമയം നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഭീകര സംഘടന ജെയ്ഷായി മുഹമ്മദുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ ഉൻ നബി, അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ, ഡോക്ടർ ഷഹീൻ തുടങ്ങിയവർ ഒരേ ഇമെയിലാണ് ഉപയോഗിച്ചിരുന്നത്. സന്ദേശങ്ങൾ അയക്കുന്നതിന് പകരം ടൈപ്പ് ചെയ്ത് ഡ്രാഫ്റ്റിൽ സൂക്ഷിക്കും. മറ്റുള്ളവർ ഇതേ ഇമെയിൽ അക്കൗണ്ടിന്റെ ഡ്രാഫ്റ്റിൽ നിന്നും സന്ദേശം വായിക്കുന്ന രീതിയാണ് പിന്തുടർന്നത്. സംഘത്തിലെ എല്ലാവരും വായിച്ചയുടൻ സന്ദേശം ഡിലീറ്റ് ചെയ്യും. ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കാതിരിക്കാൻ ത്രീമ എന്ന സ്വിസ് ആപ്പ് അക്കൗണ്ടും ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചു. സംഘത്തിന്റെ തുർക്കി ബന്ധത്തിലടക്കം NIA അന്വേഷണം തുടരുകയാണ്. അതേസമയം ഹരിയാനയിലെ രാസവസ്തുക്കൾ വിൽക്കുന്ന ഇടങ്ങളിലും ഗോഡൌണുകളിലും അടക്കം സമഗ്ര പരിശോധനയാണ് നടക്കുന്നത്. അളവിൽ കൂടുതൽ രാസപദാർത്ഥങ്ങൾ കൈവശം വെച്ച ചിലർ കസ്റ്റഡിയിലാണെന്ന സൂചനകളും ലഭിക്കുന്നു. ഇതിനിടയിൽ ഡോക്ടർമാരായ മുസാഫർ അഹമ്മദ്, അദീൽ അഹമ്മദ് റാത്തർ, മുസാമിൽ ഷക്കീൽ, ഷഹീൻ സയ്യിദ് എന്നിവരെ നാഷണൽ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ പുറത്താക്കി. ജനം, ഡൽഹി.